Hi friends, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ആൻറ്റിഡോട്ട്സ് എന്ന് പറഞ്ഞ പുതിയൊരു പോർഷനാണ് നോക്കാൻ പോവുക. ആൻറ്റിഡോട്ട്സ് എന്ന് പറഞ്ഞ ടേം ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. എങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് ഏതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് റിലേറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ടേമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആൻറ്റിഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ്സൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോയ്സണിങ് ഉണ്ടാവും. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ടുള്ള പോയ്സൺ ഉണ്ടാവും, സൈനൈഡ്സ് യൂസ് ചെയ്തിട്ടുള്ള പോയ്സൺ ഉണ്ടാവും, ചില ഫുഡിൽ നിന്ന് നമുക്ക് പോയ്സൺ കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റ് പലതരം കെമിക്കൽസായിട്ട് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് പോയ്സൺ കിട്ടും. സോ അല്ലെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വം നമ്മൾ എന്താ പറയുക ആത്മഹത്യയൊക്കെ ചെയ്യാനായിട്ട് പോയ്സൺ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിനൊക്കെ എഗിനസ്റ്റായിട്ട് പോയ്സൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽ ഏജൻസാണ് നമ്മൾ ആൻറ്റിഡോട്ട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പഠിക്കാൻ പോവാം. സോ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. സോ ആൻറ്റിഡോട്ട്സ് എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പോയ്സൺ എന്ന് പഠിക്കണം അല്ലേ. പോയ്സണിന് എഗിനസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആൻറ്റിഡോട്ട്സ് എന്ന് ഞാൻ പറഞ്ഞു. സോ ആ പോയ്സൺ ട്രീറ്റ്മെൻറ്റിൽ ഒന്നെങ്കിൽ പോയ്സണിന് കൗണ്ടറാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പോയ്സൺ ഏത് ആക്ഷൻ തരുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ തരാൻ, അല്ലെങ്കിൽ പോയ്സണിനെ ശരീരത്തിൽ വലിച്ചെടുക്കാൻ അബ്സോർപ്ഷനെ സഹായിക്കാതെ അബ്സോർബ് ചെയ്യാതെ നമ്മളുടെ ആൻറ്റിഡോട്ട് ആ പോയ്സണെ അബ്സോർബ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പോയ്സണെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും മെക്കാനിസം വഴി ആക്ഷൻ തരുന്ന ആൾക്കാരാണ് ആൻറ്റിഡോട്ട്. അപ്പോൾ ആ ആൻറ്റിഡോട്ട് എഗനിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന പോയ്സൺ എന്താണ്? പോയ്സൺ നമുക്ക് ആദ്യം നോക്കാം. So poison may be defined as a substance that is administered. എങ്ങനെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാം? മൗത്ത് വഴി അഡ്മിനിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തെ കലർത്തിയോ അല്ലെങ്കിൽ ഭക്ഷണം വഴിയോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഇൻടേക്ക് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് ആ കാറ്റഗറിയിൽ വരിക. ബൈ മൗത്ത്, ഇൻജെക്ഷൻ, ഇൻഹലേഷൻ. ബൈ ഇൻജെക്ഷൻ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് കയറ്റുന്നു, അല്ലെങ്കിൽ ഇൻഹലേഷൻ ശ്വസിക്കുന്നത് വഴി ബോഡിയിലെത്തുന്ന സബ്സ്റ്റൻസ്. സ്കിൻ ഓർ മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസസ് ഇൽ ഹെൽത്ത്, ഡിസീസ് ഓർ ഡെത്ത്. അതായത് നോർമൽ ഹെൽത്ത് കണ്ടീഷനിൽ നിന്നും മാറ്റം വരുത്തുന്ന എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ്, അത് മൗത്ത് ബൈ ഇൻജെക്ഷൻ അല്ലെങ്കിൽ ബൈ ഇൻഹലേഷൻ, സ്കിൻ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ വഴി ബോഡിയിലെത്തുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ പോയ്സൺ എന്ന് പറയുക. എക്സാമ്പിൾസ് എന്താവും? നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന പോയ്സൺ സൈനൈഡ് പോയ്സൺ അല്ലേ. സൈനൈഡ് ഒന്നെങ്കിൽ സൈനൈഡ് അറ്റ്മോസ്ഫിയറിൽ സൈനൈഡിൻ്റെ ഗ്യാസ് പ്രസൻസ് ഉണ്ട്, അത് നമ്മുടെ ഉള്ളിൽ ഇൻഹലേഷൻ വഴി എത്തുന്നതാവാം, അല്ലെങ്കിൽ മനഃപൂർവ്വം നമ്മൾ പൊട്ടാഷ്യം സൈനൈഡൊക്കെ, അതായത് പെയിൻലെസ് ഡെത്ത് ഏറ്റവും പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പൊട്ടാഷ്യം സൈനൈഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ സെയിം വേ പൊട്ടാഷ്യം സൈനൈഡ് ബൈ മൗത്ത് അല്ലെങ്കിൽ ബൈ ഇൻജെക്ഷൻ കഴിക്കുന്ന ആളുകളാവാം. സോ അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ പോയ്സൺ എന്ന് പറയുക. സോ നെക്സ്റ്റ് നമ്മളൊരു ടൈപ്പ് ഓഫ് പോയ്സണിങ്ങിനെ പറ്റി പഠിക്കുകയാണ്, ഹെവി മെറ്റൽ പോയ്സണിങ്. സോ ഹെവി മെറ്റൽ ആ ടേമിൽ നമുക്കറിയാം കുറച്ച് മെറ്റൽസ് വഴി ഉണ്ടാവുന്ന പോയ്സണിങ്ങിനെയാണ് നമ്മൾ ഹെവി മെറ്റൽ പോയ്സണിങ് എന്ന് പറയുക. സോ ഹെവി മെറ്റൽ പോയ്സണിങ് എന്ന് പറയുന്നത് കുറച്ച് ടൈപ്പ് ഓഫ് ഹെവി മെറ്റൽ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് മെറ്റൽസിൻ്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബോഡിയിലുള്ള ആക്ഷൻ വഴിയാണ് ഈ ഹെവി മെറ്റൽ പോയ്സണിങ് ഉണ്ടാവുക. ഏതൊക്കെയാണ് ഹെവി മെറ്റൽസ്? ഫസ്റ്റ് വൺ ഇസ് arsenic, lead, mercury, iron and cadmium. Usually arsenic, lead, mercury, iron and cadmium. So ഇത്തരം മെറ്റൽസിൻ്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ നമ്മൾ ബൈ മൗത്ത് എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫുഡിലൊക്കെ കലർന്നോ, അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ കലർന്നോ, അല്ലെങ്കിൽ ബൈ ഇൻഹലേഷൻ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന പോയ്സണിങ് ആണ് ഹെവി മെറ്റൽ പോയ്സണിങ്. So depending upon the content and the type of heavy metal, the toxic effect can be seen in the future. So ഏത് ഹെവി മെറ്റലാണോ? ആർസനിക് ആണോ, ലെഡ് ആണോ, മെർക്കുറി ആണോ, കാഡ്മിയം ആണോ, ഏത് ഹെവി മെറ്റൽ ആണോ എടുക്കുന്നത്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്റ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദിസ് ഹെവി മെറ്റൽ. യൂഷ്വലി ഹെവി മെറ്റൽ പോയ്സണിങ് ഒക്കെ ഉണ്ടാവുക ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഹെവി മെറ്റൽസ് പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെവി മെറ്റൽ ഉപയോഗിക്കുന്ന ഫാക്ടറികളുടെയൊക്കെ അടുത്തുള്ള റിവർ, ആ നദികളിൽ ഈ ഹെവി മെറ്റൽ പോയ്സൺസ് വളരെയധികം കലർന്നിരിക്കും. സോ അങ്ങനെ ആ വാട്ടർ കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഹെവി മെറ്റൽ പോയ്സണിങ് ഉണ്ടാകുക. അതുപോലെ തന്നെ അത്തരം പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്ന പുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയറിൽ ഇത്തരം ഗ്യാസസുകൾ കലർന്നിട്ടുണ്ടാകും, ഹെവി മെറ്റലിൻ്റെ അംശമുള്ള ഗ്യാസസ് ഉണ്ടാവാം, അതുവഴിയും പോയ്സണിങ് ഉണ്ടാവുന്നു.
സോ ഇനി നമ്മൾ ഹെവി മെറ്റൽ പോയ്സണിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വഴിയോ എങ്ങനെ ശരീരത്തിൽ ഹെവി മെറ്റൽസ് ഏതെങ്കിലും ഒരു ഹെവി മെറ്റൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തും. സോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള ഫസ്റ്റ് റെമഡി അല്ലെങ്കിൽ ആൻറ്റിഡോട്ട് എന്ന് പറയുക ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. കൺഫ്യൂഷൻ ആകരുത്. ചാർക്കോളിൽ നിന്ന് നോർമൽ ചാർക്കോളിൽ നിന്ന് ഓപ്ഷൻസിലുണ്ടാവാം. ആക്ടിവേറ്റഡ് ചാർക്കോളാണ് ആദ്യമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആൻറ്റിഡോട്ട്. ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് വേറെയാണ്, പക്ഷേ ആൻറ്റിഡോട്ടായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുക ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോളിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ് വിൽ അബ്സോർബ് ദ ഹെവി മെറ്റൽ ഓർ പോയ്സൺസ്. സോ ആദ്യം ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മളെ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പോയ്സൺഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുമ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ അയാളുടെ ബോഡിയിലുള്ള ഹെവി മെറ്റലിനെ അബ്സോർബ് ചെയ്യും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും? വി വിൽ ഗീവ് സം emetics to eliminate the poison left in the stomach. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുക ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ്. സെക്കൻഡ് സ്റ്റേജ് emetics. emetics എന്ന് പറഞ്ഞാൽ എന്താ? വോമിറ്റിംഗ് പ്രൊഡ്യൂസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഏതൊക്കെയാണ് എമറ്റിക് കാറ്റഗറിയിൽ വരിക എന്ന്. സോ എന്തെങ്കിലും നാച്ചുറലായിട്ട് ഡിറൈവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള എമറ്റിക്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? സ്റ്റൊമക്കിൽ റിമൈനിങ് ചെയ്തിരിക്കുന്ന പോർഷൻ കൂടി പുറത്തേക്ക് കളയും. നെക്സ്റ്റ് ഇതാണ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇനിഷ്യൽ സ്ട്രാറ്റജി എന്ന് പറയുക. ഇനി മറ്റൊരു സം ഇനോർഗാനിക് കോമ്പൗണ്ട്സ് precipitate the heavy metals and prevent their absorption and blood circulation. So ചില ഇനോർഗാനിക് മെറ്റീരിയൽസ് ഈ ഹെവി മെറ്റലുമായിട്ട് ചേർന്ന് precipitate ഫോം ചെയ്യും. So this precipitate will not be absorbed in the body. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. precipitate ഫോം ചെയ്താൽ പോരാ, that precipitate should not be absorbed in the body. So അത്തരം അബ്സോർപ്ഷൻ ഇൻ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡിൽ വഴിയുള്ള അബ്സോർപ്ഷൻ പിന്നീട് നടക്കില്ല. ലൈറ്റ് കയോലിൻ, കോപ്പർ സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ അത് കൂടാതെ ലൈറ്റ് കയോലിൻ, കോപ്പർ സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ ഹെവി മെറ്റലുമായിട്ട് പോയ്സണിങ്ങിന് കാരണമായ ഹെവി മെറ്റലുമായിട്ട് ഒരു precipitate, ഒരു സോൾട്ട് ഫോം ചെയ്യും. ദാറ്റ് precipitate will not be absorbed in the blood or body. സോ നെക്സ്റ്റ് മറ്റൊരു പോയ്സണിങ് ആണ്, നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു പോയ്സണിങ് ആണ് സയനൈഡ് പോയ്സണിങ്. സോ സയനൈഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള റീസൺ ഞാൻ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പൊട്ടാഷ്യം സയനൈഡ് അവൈലബിലിറ്റി കുറവാണ് എങ്കിൽ പോലും ആ പൊട്ടാഷ്യം സയനൈഡ് ഡയറക്റ്റ് ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ സയനൈഡ് ഫ്യൂംസ് അല്ലെങ്കിൽ വേപ്പേഴ്സ് അറ്റ്മോസ്ഫിയറിൽ കലർന്നിട്ടുണ്ട് എങ്കിൽ ആ വേപ്പേഴ്സിൻ്റെ ഇൻഹലേഷൻ വഴിയും സയനൈഡ് പോയ്സണിങ് ഉണ്ടാവും. സോ ഇവിടെ ഏതൊക്കെയാണ് സയനൈഡ് പോയ്സണിങ്, എന്തൊക്കെ കാരണങ്ങളാണ് ഉണ്ടാവുക നോക്കാം. സയനൈഡ് പോയ്സണിങ് മേ ഒക്കർ ബൈ ഇൻഹലേഷൻ ഓഫ് ഫ്യൂംസ് ഓഫ് ഹൈഡ്രോസയനിക് ആസിഡ്. ഹൈഡ്രോസയനിക് ആസിഡിൻ്റെ ഫ്യൂംസ് നമ്മൾ ഉണ്ടായിരിക്കുന്ന അറ്റ്മോസ്ഫിയർ എവിടെയാണോ ആ അറ്റ്മോസ്ഫിയറിൽ കലർന്നിട്ടുണ്ടെങ്കിൽ സയനൈഡ് പോയ്സണിങ് ഉണ്ടാവും. ഇനി അടുത്തത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഏത് മെത്തേഡിലാണ് പോയ്സണിങ് ഉണ്ടാവുക എന്ന് പറയുന്നത്, യു ഹാവ് ആൻ ഇൻഹലേഷൻ മെത്തേഡ്. സെക്കൻഡ് വേ എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ, അതായത് ഡയറക്റ്റ് മൗത്ത് വഴി എടുക്കുന്നത്. ഇഞ്ചക്ഷൻ ഓഫ് ഇനോർഗാനിക് സയനൈഡ് സോൾട്ട് ഓർ സയനൈഡ് റിലീസിങ് സബ്സ്റ്റൻസസ്. ഒന്നെങ്കിൽ ഇനോർഗാനിക് സയനൈഡ് സോൾട്ട്, അതായത് ഇനോർഗാനിക് സോൾട്ടാണ് പൊട്ടാഷ്യം സയനൈഡ്, KCN, പൊട്ടാഷ്യം സയനൈഡ്. ഇനോർഗാനിക് സോൾട്ടാണ് പൊട്ടാഷ്യം സയനൈഡ്. ഇല്ലെങ്കിൽ സയനൈഡ് റിലീസിങ് സബ്സ്റ്റൻസസ്, നമ്മൾ ബോഡിയിൽ ഇൻജസ്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ കഴിച്ച ശേഷം ബോഡിയുടെ ഉള്ളിൽ ചെന്നിട്ട് എന്ത് റിലീസ് ചെയ്യും? സയനൈഡിനെ റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് സയനമൈഡ് ഉണ്ട്, സൈനോജൻ ക്ലോറൈഡ് ഉണ്ട്, ആൻഡ് പീച്ച് ഓഫ് ആപ്രിക്കോട്ട്. ഇനി അടുത്തത് ബിറ്റർ ആൽമണ്ട്, ഫോട്ടോഗ്രാഫിക് കെമിക്കൽസ് ആൻഡ് സിൽവർ പോളിഷസ്. ഇങ്ങനെ സബ്സ്റ്റൻസസ് ഒക്കെ ചിലപ്പോൾ അബദ്ധത്തിലൊക്കെ എടുത്ത് കഴിക്കുന്നതായിരിക്കാം. ചിലർ അത് ഒരു എന്താ പറയുക ആത്മഹത്യയൊക്കെ ചെയ്യാനായിട്ട് ഇൻറ്റൻഷനലി എടുത്ത് കഴിക്കുന്നതായിരിക്കാം. സോ ഇത്തരം സബ്സ്റ്റൻസുകളിലൊക്കെ സയനൈഡിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതൊരു ലെവലിൽ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സയനൈഡ് പോയ്സണിങ് ഉണ്ടാവും. സോ സയനൈഡ് റിലീസ് ചെയ്യാൻ കാരണമായ ആളുകളാണ് സൈനമൈഡ്സ്, സൈനോജൻ ക്ലോറൈഡ്, പീച്ച് ഓഫ് ആപ്രിക്കോട്ട്, ബിറ്റർ ആൽമണ്ട്, ഫോട്ടോഗ്രാഫിക് കെമിക്കൽ ആൻഡ് സിൽവർ പോളിഷസ്. അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു പൊട്ടാഷ്യം സയനൈഡ് ആണ് ഡയറക്റ്റ് ആയിട്ട് സയനൈഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡെത്തിന് കാരണമാവുന്ന ഒരു കെമിക്കലാണ് പൊട്ടാഷ്യം സയനൈഡ്. പൊട്ടാഷ്യം സയനൈഡിൻ്റെ കൺസംഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടാണ്. 300 മില്ലിഗ്രാമിൽ ഡെത്ത് കോസ് ചെയ്യാനുള്ള റീസണാണ്. സോ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി സാധാരണ ഒരു ഡോസ് എന്ന് പറയുന്നത് 500 മില്ലിഗ്രാം ആ ചെറിയ ടാബ്ലറ്റ്. സോ അതിനൊക്കെ വളരെ കുറച്ച് മതി നമുക്ക് പൊട്ടാഷ്യം സയനൈഡ് വഴി ഡെത്ത് ഉണ്ടാവാൻ, പോയ്സണിങ് വഴി ഡെത്ത് ഉണ്ടാവാൻ. ഇനി
സയനൈഡ് നമ്മുടെ ബോഡിയിൽ എന്താണ് ചെയ്യുക? ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് കൺസ്യൂം ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് ഒരു ഡെത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ എന്താണ് സയനൈഡ് നമ്മുടെ ബോഡിയിൽ ചെയ്യുക? സയനൈഡ് നമ്മുടെ ബോഡിയിൽ വി ഹാവ് CN-, അതാണ് സയനൈഡ്. ഈ CN- ബോഡിയിൽ ചെന്നിട്ട് ഫെറിക് അയോൺസ് എന്തിനാണ് നമ്മുടെ ബോഡിയിൽ മെയിനായിട്ട് ഉണ്ടാവുക? ഫെറിക് അയോൺസ് എന്ന് പറയുക മെയിനായിട്ടും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, അതായത് എനർജി പ്രൊഡക്ഷൻ കം റെസ്പിറേഷൻ പ്രോസസ്സിൽ വരുന്നതായിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വഴി ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് നടക്കുന്നത് വഴിയാണ് റെസ്പിറേറ്ററി ചെയിനിൽ നമുക്ക് ATP എനർജി പ്രൊഡക്ഷൻ ബോഡിയിൽ ഉണ്ടാവുക. സോ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലുള്ള അയണുമായിട്ട് കമ്പൈൻ ചെയ്യും. അയണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ആക്ച്വലി ഇറ്റ് ഈസ് നീഡഡ് ഫോർ ATP പ്രൊഡക്ഷൻ, എനർജി പ്രൊഡക്ഷൻ അസോസിയേറ്റഡ് വിത്ത് റെസ്പിറേഷൻ. സോ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾ ബോഡിയിലുള്ള അയണാണ്, ഫെറിക് അയോണാണ്. സോ സയനൈഡ് വൺസ് ഇറ്റ് റീച്ചസ് അവർ ബോഡി, ഈ അയണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനെ തടയും. ബോഡിയുടെ കംപ്ലീറ്റ് ഫംഗ്ഷൻ ATP പ്രൊഡക്ഷൻ റെസ്പിറേഷൻ കാര്യങ്ങളൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് സയനൈഡ് പോയ്സണിങ്. സോ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സോഡിയം നൈട്രേറ്റ് ആൻഡ് സോഡിയം തയോസൾഫേറ്റ് ഇഞ്ചെക്ഷൻസ് both are antidotes, one by one are administered for the treatment of cyanide poisoning. Cyanide poisoning heavy poisoning ആണ്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പോയ്സൺ ടു ഡെത്ത് ആവുന്ന ഒരു കണ്ടീഷനാണ്. സോ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ് റെമഡി. സോ നമ്മളൊന്നെങ്കിൽ സോഡിയം നൈട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് ഇഞ്ചെക്ഷൻസ് 1 by 1 ആൻറ്റിഡോട്ട്സ് ബോഡിയിൽ കൊടുത്തിട്ടാണ് ആ പോയ്സണിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുക. സോ ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള 2 പോയ്സണിങ് കണ്ടീഷൻസും ട്രീറ്റ്മെൻറ്റും പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ആൻറ്റിഡോട്ട് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആൻറ്റിഡോട്ട് എന്താണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. Antidotes are the substances which react specifically with the ingested poison. നമ്മൾ ഇൻജസ്റ്റഡ് പോയ്സൺ ഒന്നുമില്ല, ഇൻഹെൽഡ് പോയ്സൺ ആയാലും കുഴപ്പമില്ല. ബോഡിയുടെ ഉള്ളിലെത്തിയ പോയ്സൺ ഓർ ടോക്സിക് സബ്സ്റ്റൻസ് ഓർ വിത്ത് പൊട്ടൻറ്റ് ഡ്രഗ്സ് ഇൻ കേസ് ഓഫ് ഓവർഡോസ്. സോ അതിനകത്ത് 1-2 കണ്ടീഷൻസ്, നമ്മളിപ്പം പറഞ്ഞ 2 കണ്ടീഷനും പോയ്സണിങ് കേസ് ആയിരുന്നു. സോ ഫസ്റ്റ് വൺ ടോക്സിക് പോയ്സൺ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസ്. ഇനി അടുത്ത കേസ് എന്ന് പറയുക പൊട്ടൻറ്റ് ഡ്രഗ്സ്. എന്താണ് പൊട്ടൻറ്റ് ഡ്രഗ്സ്? വളരെ ചെറിയ ഡോസിൽ മില്ലിഗ്രാം കണക്കിനുള്ള ഡോസിൽ, വളരെ ചെറിയ മില്ലിഗ്രാം കണക്ക് ഡോസിൽ വലിയ ആക്ഷൻ തരാൻ കഴിവുള്ള ആളുകളെയാണ് നമ്മൾ പൊട്ടൻറ്റ് ഡ്രഗ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നർക്കോട്ടിക് ഡ്രഗ്സ്, അല്ലേ, മോർഫീൻ പോലെയുള്ള നർക്കോട്ടിക് ഡ്രഗ്സ് വളരെ ചെറിയ ഒരു ഡോസിൽ ആ ഡ്രഗ് വളരെ വലിയൊരു ഇഫക്റ്റ് തരും. സോ അത്തരം പൊട്ടൻറ്റ് ഡ്രഗ്സിൻ്റെ പോയ്സൺ കേസിൽ നമ്മൾ ആൻറ്റിഡോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂസ് ടു ന്യൂട്രലൈസ് ദ എഫക്റ്റ് ഓഫ് പോയ്സൺ ഇൻ ദ ബോഡി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ആൻറ്റിഡോട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ പ്രകാരം എങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുക. ഈ ആൻറ്റിഡോട്ട് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പോയ്സണുമായിട്ട് ഇവർ എന്ത് ആക്ഷനാണ് ബോഡിയിൽ തരിക, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട്. ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ടിൻ്റെ മറ്റൊരു പേരാണ് ആൻറ്റഗോണിസ്റ്റ്. ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട് ഓർ ആൻറ്റഗോണിസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു പെർട്ടിക്കുലർ എഫക്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇഫക്റ്റ് തരുന്ന ആളുകളെയാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുക. സെയിം ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ടും സെയിം ഇഫക്റ്റാണ്. നമ്മളുടെ പോയ്സൺ എന്ത് ഇഫക്റ്റ് തരുന്നു. സയനൈഡ് പോയ്സണിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സയനൈഡ് ഫെറിക് അയോൺസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഇതിന് ആൻറ്റഗോണിസ്റ്റ്, ആ ബ്ലോക്കേജ് മാറ്റി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അത് ബ്രിങ് ബാക്ക് ടു നോർമൽ. സോ അതിനെയാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട് എന്ന് പറയുക. ദി പ്രൊഡ്യൂസ് ദ എഫക്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ പോയ്സൺ. So they are used after some of the poison is absorbed in the circulation. കുറച്ച് അബ്സോർപ്ഷന് ശേഷമാണ്. സോ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ് പോയ്സൺ ബോഡിയിൽ അബ്സോർബ് ചെയ്താൽ മാത്രമേ ആ എഫക്റ്റ് തരുവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ബോഡിയിൽ അബ്സോർബ് ചെയ്തതിന് ശേഷം ഒരു സർട്ടൻ എമൗണ്ട് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ടീഷൻ ആയിരിക്കും. അബ്സോർപ്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. എക്സാമ്പിൾ സോഡിയം നൈട്രേറ്റ്. എവിടെയാണ് സോഡിയം നൈട്രേറ്റ് മുമ്പ് പറഞ്ഞിരുന്നു? സോഡിയം നൈട്രേറ്റ് നമ്മൾ സയനൈഡ് പോയ്സണിങ്ങിലാണ് പറഞ്ഞത്. സോ സോഡിയം നൈട്രേറ്റ് ഇൻ സയനൈഡ് പോയ്സണിങ് ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ടിന് എക്സാമ്പിളാണ്. അട്രോപ്പിൻ ആൻഡ് ഫൈസോസ്റ്റിഗ്മിൻ ആർ ദ ആൻറ്റിഡോട്ട്സ് ടു ഈച്ച് അതർ. അട്രോപ്പിൻ പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ ഫൈസോസ്റ്റിഗ്മിനും, ഫൈസോസ്റ്റിഗ്മിൻ പോയ്സണിങ് വന്നാൽ അട്രോപ്പിനും, രണ്ടുപേരെയും മാറി മാറി ആൻറ്റിഡോട്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും.
ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കെമിക്കൽ ആൻറ്റിഡോട്ട്സ്. സോ കെമിക്കൽ ആൻറ്റിഡോട്ട്സ് നമുക്കറിയാം, എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു കെമിക്കൽ ബോണ്ടിങ് അവിടെ നടക്കും. They react by combining with the poison and change its chemical nature by converting the poison to an inactive or harmless compound. അതായത് നമ്മളുടെ പോയിസണുമായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കെമിക്കൽ നേച്ചറിനെ മാറ്റി, സപ്പോസ് ഒരു അബ്സോർബിൾ കെമിക്കൽ നേച്ചറാണ് നമ്മളുടെ പോയിസൺ എങ്കിൽ അതിനെ നോൺ അബ്സോർബിൾ കോംപ്ലക്സ് ഒക്കെ ആയിട്ട് മാറ്റുക. ഫോർ എക്സാമ്പിൾ sodium thiosulfate which convert the cyanide into a non-toxic thiocyanate. So cyanide ne thiocyanate ആക്കി മാറ്റും. So that thiocyanate is not absorbable അല്ലെങ്കിൽ non poisonous to the body. ഇനി അടുത്ത EDTA. EDTA എന്താണ്? എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. സോ സ്ട്രക്ചറിൽ നമുക്കറിയാം 4 അസറ്റിക് ആസിഡ് ദാ ഇവിടെ 1 2 3 4 അസറ്റിക് ആസിഡ് എന്താ? CH3COOH. സോ ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. എത്തിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്, അതാണ് EDTA. സോ EDTA മെയിൻലി നമ്മൾ ഹെവി മെറ്റൽ പോയിസണിങ്ങിൽ യൂസ് ചെയ്യും. ഏതൊക്കെയായിരുന്നു ഹെവി മെറ്റൽസ്? അർസനിക്, കാഡ്മിയം, ലെഡ് പോലെയുള്ള പോയിസണിങ്ങിൽ EDTA എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി മെറ്റലുമായിട്ടൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. സോ ദിസ് കോംപ്ലക്സ് ഇസ് അൺഅബ്സോർബിങ്. സോ അതുകൊണ്ടാണ് നമ്മൾ EDTA ചീലേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുക. So now third classification is mechanical antidotes. അപ്പോൾ നമ്മൾ physiological antidotes പറഞ്ഞു, chemical antidotes പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആൻറ്റിഡോട്ട് എന്ന് പറയുക മെക്കാനിക്കൽ ആൻറ്റിഡോട്ട് ആണ്. സോ മെക്കാനിക്കൽ ആൻറ്റിഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they prevents the absorption of poison into the body by expelling out the poison. expelling out ഇൻജസ്റ്റ് ചെയ്ത പോയിസണിനെ, സ്റ്റൊമക്കിൽ നിന്ന് അബ്സോർബ് ആവാത്ത പോയിസനെ പുറത്തേക്ക് ഒന്നെങ്കിൽ എമസിസ് വഴി, വോമിറ്റിംഗ് വഴി, അല്ലെങ്കിൽ യൂറിൻ വഴി, അല്ലെങ്കിൽ ഫീസസ് വഴി ഇതിനെ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ മെക്കാനിക്കൽ ആൻറ്റിഡോട്ട്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ എക്സ്പെൽ ഔട്ട് ദ പോയിസൺ. എക്സ്പെൽ ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവാം. എന്തൊക്കെ മാർഗം ഉണ്ടാവാം? എമറ്റിക് ആക്ഷൻ തരും, വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് സ്റ്റൊമക്കിലുള്ള അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള പോയിസനെ പുറത്തേക്ക് കളയുന്നു. ഇനി അബ്സോർബ്ഡ് ആയിട്ടുള്ള പോയിസനൊക്കെ ആണെങ്കിൽ യൂറിൻ വഴിയോ അല്ലെങ്കിൽ ഫീസസ് വഴിയോ എലിമിനേറ്റ് ചെയ്യുന്നു. സോ ഇവിടെയാണ് നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോളാണ് പോയിസണിനെ അബ്സോർബ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ വോള് ഈ പോയിസനെ അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ബോഡിയിൽ ഇത് അബ്സോർബ് ചെയ്യുന്നതിന് മുന്നേ ആക്ടിവേറ്റഡ് ചാർക്കോൾ അബ്സോർബ് ചെയ്ത ശേഷം ആ absorbed ആയിട്ടുള്ള poison come activated charcoal will be excreted from the body. So copper sulfate, magnesium sulfate and sodium monohydrogen phosphate inactivate the poison prior to the absorption or precipitate the toxic material as insoluble salt. So ഇവരൊക്കെ മറ്റ് മെക്കാനിക്കൽ ആൻറ്റിഡോട്ട്സിന് എക്സാമ്പിൾ ആണ് കോപ്പർ സൾഫേറ്റ്, മാഗ്നീഷ്യം സൾഫേറ്റ്, സോഡിയം മോണോഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. സോ ഇവർ ഇൻഡസ്ട്രിയൽ അബ്സോർപ്ഷന് മുന്നേ പോയിസനെ അബ്സോർബ് ചെയ്ത് അതിനെ ഇനാക്ടിവേറ്റ് ആക്കി പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അത് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. സോ നമ്മൾ 3 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിഡോട്ട്സിനകത്ത് നമ്മൾ ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട്സ് പറഞ്ഞു. ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട്സ് മീൻസ് സിംപ്ലി ദേ ആർ ആൻറ്റഗോണിസ്റ്റ്, എട്രോപ്പിൻ, ഫൈസോസ്റ്റിക്പിൻ അതുപോലുള്ള ഡ്രഗ്സ് ലൈക്ക് ഒരാളുടെ ആക്ഷന് മറ്റൊരാൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ തരുന്നു. സെക്കൻഡ് കെമിക്കൽ പറഞ്ഞു, സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ ഒരു കെമിക്കൽ നേച്ചർ മാറ്റി ആ ഒരു അൺഅബ്സോർബിൾ ഫോമായിട്ട് അല്ലെങ്കിൽ ഒരു ചീലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അൺഅബ്സോർബിൾ കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് കെമിക്കൽ ആൻറ്റിഡോട്ട്. ഇനി തേർഡ് വൺ എന്ന് പറയുക മെക്കാനിക്കൽ ആൻറ്റിഡോട്ടാണ് ബൈ അബ്സോർപ്ഷൻ. സോ ഇതിന് കുറച്ച് കോമൺ ആയിട്ടുള്ള ഡ്രഗ്സും അതിൻ്റെ ആൻറ്റിഡോട്ടും ഏത് മെക്കാനിസം വഴിയാണ് അത് ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ആസിഡ്സ്. ആസിഡ്സ് ആണ് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോയ്സൺ ആയിട്ട് നമ്മളുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ആസിഡ് ആണ് എങ്കിൽ എന്തായിരിക്കും ബേസ് എന്ന് അല്ലെങ്കിൽ ഒരു ആൻറ്റിഡോട്ട് എന്ന് പറയുക. നമുക്ക് സിംപ്ലി തിങ്ക് ചെയ്താൽ അറിയാം ആസിഡ് എഗനിസ്റ്റ് ആയിട്ട് എപ്പോഴും ആക്ട് ചെയ്യുക ആരാണ്? ഇറ്റ് വിൽ ബി ആൻ ആൽക്കലി അല്ലെങ്കിൽ ബേസ്. സോ അങ്ങനെ ഓർത്താൽ മതി. സോ ആസിഡിന് എഗനിസ്റ്റ് വി ഹാവ് ആൻ ആൻറ്റാസിഡ്. ആസിഡിന് എഗനിസ്റ്റ് വി ഹാവ് ആൻറ്റാസിഡ് അല്ലെങ്കിൽ വീക്ക് ആൽക്കലി. എക്സാമ്പിൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ. സോ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവോയ്ഡ് ഇൻഡ്യൂസിങ് വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അവോയ്ഡ് ചെയ്യുക. സോ അതിൻ്റെ മെക്കാനിസം എന്തായിരിക്കും? ഒരു ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ ദേ വിൽ ഫോം എ ന്യൂട്രൽ സോൾട്ട്. ദറ്റ് സോൾട്ട് വിൽ ബി എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി. സോ ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ ആയിരിക്കും അവിടെ നടക്കുന്ന മെക്കാനിസം. ഇനി സെക്കൻഡ് ആൽക്കലീസ് അല്ലെങ്കിൽ കോസ്റ്റിക്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ? വീക്ക് ആസിഡ്. വീക്ക് ആസിഡിൻ്റെ എക്സാമ്പിളാണ് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് വിനെഗർ.
സോ ഇതൊക്കെ റെമഡീസ് ആയിട്ട് പറയുന്ന ആൻറ്റിഡോട്ട്സ് ആണ്. സോ ഇവിടെയും ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ കെമിക്കൽ അൻറ്റഗോണിസം മെക്കാനിസം ആയിരിക്കും നടക്കുക. ഇനി അയൺ സോൾട്ട് ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന പോയിസൺ എങ്കിൽ ഡെസ്ഫെറോക്സാമിൻ, സോഡിയം കാർബണേറ്റ് ഇവരൊക്കെയാണ് നമ്മൾ ലാവേജിന് വേണ്ടി, അതായത് നമ്മൾ ചീലേഷൻ മെക്കാനിസം വഴി ഡെസ്ഫെറോക്സാമിൻ അയൺ സോൾട്ടുമായിട്ട് അല്ലെങ്കിൽ അയണുമായിട്ടൊരു ചീലേറ്റ് ഫോം ചെയ്യും. ദാറ്റ് ചീലേറ്റ് വിൽ ബി എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി. പിന്നെ അടുത്തത് ലാവേജ് എന്ന് പറയുക സ്റ്റൊമക്ക് വാഷിംഗ് ആണ് മറ്റൊരു റെമഡി, ആൻറ്റിഡോട്ട് റെമഡി. സോ ചീലേഷനാണ് അവിടെ നടക്കുന്ന മെക്കാനിസം. ഇനി കോപ്പർ ആൻഡ് ലെഡ് സോൾട്ട് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിഡോട്ട് പെൻസിലാമിൻ. ആ പെൻസിലാമിൻ ആക്ട് ചെയ്യുക എഗെയിൻ എ ചീലേറ്റ് കോംപ്ലക്സ് കോപ്പർ അല്ലെങ്കിൽ ലെഡ് സോൾട്ടുമായിട്ടൊരു ചീലേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ദറ്റ് കോംപ്ലക്സ് വിൽ ബി എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി. ഇനി മെർക്കുറി സാൾട്ട് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിഡോട്ട് എന്ന് പറയുക ഡൈമർ ക്യാപ്രോളിനെ നമ്മൾ ബാൽ എന്ന് പറയും. ബാൽ ബ്രിട്ടീഷ് ആൻറ്റി ലൂയിസൈറ്റ്. ഡൈമർ ക്യാപ്രോളിന് മറ്റൊരു പേരാണ് ബാൽ ഓർ ബ്രിട്ടീഷ് ആൻറ്റി ലൂയിസൈറ്റ്. ഇതും ചീലേഷൻ മെക്കാനിസം വഴിയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് ആൻറ്റിഡോട്ട്സും ഡ്രഗ്സും ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ പോയിസണും ആണ് പറഞ്ഞത്. ആസിഡ് ആണെങ്കിൽ യൂഷ്വലി ആൽക്കലി ആയിരിക്കും, ആൽക്കലി ആണെങ്കിൽ ആസിഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിഡോട്ട് എന്ന് പറയുക. അയൺ സോൾട്ടിലാണെങ്കിൽ ഡെസ്ഫെറോക്സാമിൻ, കോപ്പർ ആൻഡ് ലെഡ് സോൾട്ടിന് പെൻസിലാമിൻ, മെർക്കുറി സോൾട്ടിന് ബാൽ അല്ലെങ്കിൽ ഡൈമർ ക്യാപ്രോൾ ആയിരിക്കും യൂസ് ചെയ്യുന്ന ആൻറ്റിഡോട്ട്. ഇനി നമ്മൾ സോഡിയം നൈട്രേറ്റ് അല്ലെ, സയനൈഡ് പോയിസണിങ്ങിൽ ഇഞ്ചക്ഷനായിട്ട് ബോഡിയിൽ എത്തിക്കുന്ന ഒരു ആൻറ്റിഡോട്ടാണ് സോഡിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞു. സോ സോഡിയം നൈട്രേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോഡിയം നൈട്രേറ്റിൻ്റെ മോളിക്കുലർ ഫോർമുല NaNO2. സോഡിയം നൈട്രേറ്റ് ആണ്, ശ്രദ്ധിക്കണം, ദാറ്റ് ഈസ് NaNO2. ഇഫ് ഇറ്റ് ഈസ് സോഡിയം നൈട്രേറ്റ്, NaNO3 is sodium nitrate. സോ ഇവിടെ സോഡിയം നൈട്രൈറ്റ് ആണ് ഉപയോഗിക്കുക. സോ ഇതിനെ നമുക്ക് നൈട്രസ് ആസിഡ് സോഡിയം സോൾട്ട് എന്ന് പറയും. എറ്റിൻട്രിറ്റ് എന്നുള്ള സിനോണിമിൽ ഈ ഒരു കോമ്പൗണ്ട് നോൺ ആണ്. ഇനി സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? ഒരു സ്റ്റാൻഡേർഡ് സോഡിയം നൈട്രേറ്റ് പ്രിപ്പറേഷൻ്റെ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ്? ഇറ്റ് കണ്ടെയ്ൻസ് നോട്ട് ലെസ് ദാൻ 97% ആൻഡ് നോട്ട് മോർ ദാൻ 101% സോഡിയം നൈട്രേറ്റ്. സോ സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷനിൽ it should not be less than 97%. 97നും 101നും ഇടയിലുമായിരിക്കണം സോഡിയം നൈട്രേറ്റ് ആ ഒഫീഷ്യൽ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ പോയിസൺ എഗൈൻസ്റ്റ് ആയിട്ട് ആൻറ്റിഡോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന സോഡിയം നൈട്രേറ്റിൻ്റെ കോമ്പോസിഷനിൽ 97ന് താഴെ പോകാനും പാടില്ല, 101ന് എബവ് പോകാനും പാടില്ല. ആ ഒരു റേഞ്ചിൽ സോഡിയം നൈട്രേറ്റിൻ്റെ എമൗണ്ട് പ്രസൻ്റ് ആയിരിക്കണം. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് സോഡിയം നൈട്രേറ്റ് പ്രിപ്പയർ ചെയ്യുക? സോഡിയം കാർബണേറ്റ് സൊല്യൂഷനകത്തേക്ക് അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് സൊല്യൂഷനകത്തോട്ട് നമ്മൾ നൈട്രജൻ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുന്നു. സോ നൈട്രജൻ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം നൈട്രേറ്റ് അവൈലബിൾ ആണ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ്റെ അകത്തേക്ക് നൈട്രജൻ ഓക്സൈഡ് പാസ് ചെയ്യുന്നു, ദെൻ അത് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സോഡിയം നൈട്രേറ്റ് ലഭിക്കും. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ആസ് സച്ച് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമോ ആസ് സച്ച് പഠിക്കേണ്ട കാര്യമോ ഇല്ല. ആ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസ് എന്താണ്, എൻഡ് പ്രോഡക്റ്റ്, അതായത് മെയിൻ പ്രോഡക്റ്റ് എന്തായാലും നമ്മൾ സോഡിയം നൈട്രേറ്റിൻ്റെ സിന്തസിസ് പഠിക്കുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം നൈട്രേറ്റ് ആയിരിക്കും. ഇനി മാർക്ക് ചെയ്യാവുന്ന ഏതെങ്കിലും ബൈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, സോ ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബൈ പ്രോഡക്റ്റ്. സോഡിയം കാർബണേറ്റ് എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒബ്വിയസ്ലി കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. സോ അങ്ങനെ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തത് പ്രോപ്പർട്ടി. എന്താണ് സോഡിയം നൈട്രേറ്റിൻ്റെ പ്രോപ്പർട്ടി? സ്ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ കളർലെസ് ഉള്ള, ഓർഡർലെസ്, പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലാത്ത ഒരു സലൈൻ ടേസ്റ്റ് ഉള്ള പൗഡറാണ്. ഇറ്റ് ഈസ് ഡെലിക്വസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബ് മോയ്സ്ചർ ആൻഡ് സ്ലോലി ഗെറ്റ് ഓക്സിഡൈസ് ടു സോഡിയം നൈട്രേറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സോഡിയം നൈട്രേറ്റ് എന്തായിരുന്നു? NaNO2. ഇനി മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ഇതിനെ എക്സ്പോസ് ചെയ്ത് വെക്കുമ്പോൾ മോയ്സ്ചറിനകത്തുനിന്ന് ഓക്സിജൻ അബ്സോർബ് ചെയ്ത് വാട്ടർ മോളിക്യൂൾ അബ്സോർബ് ചെയ്ത് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു NaNO3, ദാറ്റ് ഈസ് സോഡിയം നൈട്രേറ്റ്. നെക്സ്റ്റ് സോളിബിലിറ്റി എന്ന് പറയുമ്പോൾ സോളിബിൾ ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് ഇസ് എ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മറ്റൊരു ഏജൻസിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിന് കൊടുക്കുന്ന ആളാണ് സോഡിയം നൈട്രേറ്റ്. അതായത് സോഡിയം നൈട്രേറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. നെക്സ്റ്റ് അസേ. എങ്ങനെയാണ് നമ്മളിതിൻ്റെ അസേ ചെയ്യുക? So this method is based upon oxidation of nitrite to nitrate. So this method is an oxidation method. നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെക്കാനിസം ബേസ് ചെയ്തിട്ടാണ് ഓക്സിഡേഷൻ നടക്കുക.
സോ ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ മെത്തേഡിനകത്ത് സാമ്പിളിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു ആൻഡ് വിത്ത് എക്സസ് വോളിയം ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. ഇതിനകത്തേക്ക് 5 ml സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു, എക്സസ് ഓഫ് ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്യുന്നു, മിക്സ്ചറിനെ ഹീറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ടൈട്രേറ്റഡ് വിത്ത് KMnO4 സൊല്യൂഷൻ. സോ ഈ കേസിൽ നിങ്ങൾ സോഡിയം നൈട്രേറ്റിനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആ മെക്കാനിസം എന്ന് പറഞ്ഞു വയ്ക്കുക. ടൈട്രേഷൻ നടത്തുന്നത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആയിട്ടാണ് ടൈട്രേഷൻ നടത്തുന്നത്. സോ ഇതിനുശേഷം നമുക്ക് പ്രോഡക്റ്റിൽ ഉണ്ടാവുക നൈട്രിക് ആസിഡ്, ദ എമൗണ്ട് ഓഫ് നൈട്രിക് ആസിഡ് നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അവിടെയാണ് ടൈട്രേഷൻ ഇവാലുവേഷൻ നടക്കുന്നത്. എസ്സേഡ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്സിഡേഷൻ ആണ്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി സോഡിയം നൈട്രേറ്റ് ഇസ് കൺവേർട്ടഡ് ടു സോഡിയം നൈട്രേറ്റ്. ഓക്സിഡേഷൻ ഓഫ് സോഡിയം നൈട്രേറ്റ് ടു നൈട്രേറ്റ്. സോ സ്റ്റോറേജ്, അടുത്തത് സ്റ്റോറേജ് എന്ന് പറയുക ടൈറ്റ്ലി ക്ലോസ്ഡ്, ഹൈഗ്രോസ്കോപ്പിക് ആണെന്ന് നമുക്കറിയാം, ഡെലിക്വിസൻ്റ് ആണ്. സോ ടൈറ്റ്ലി ക്ലോസ്ഡ് കണ്ടെയ്നറിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാൻ. Use an antidote for cyanide poisoning as well as it is used as a food preservative. നമുക്ക് ഡിസ്കസ് ചെയ്ത പോർഷൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് പോയിസൺ ഡിസ്കസ് ചെയ്തു, ആൻറ്റിഡോട്ട് ഹെവി മെറ്റൽ സയനൈഡ് പോയിസണിങ്ങുള്ള ആൻറ്റിഡോട്ട്സ് നമ്മൾ എന്താണെന്ന് നോക്കി, പിന്നെ എന്താണ് ആൻറ്റിഡോട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി. വി ഹാവ് ഫിസിയോളജിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്. പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ആസിഡ്സിനാണെങ്കിൽ എന്താണ് നമ്മൾ ആൻറ്റിഡോട്ട് ആയിട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് പഠിക്കാനുള്ള കോമ്പൗണ്ട് സോഡിയം നൈട്രേറ്റ്. So first question, what is a poison? Poison endana? A substance that can cause ill health, disease or death when administered. So adana poison endana. So idinagathu namukku idinagathu kudal additions namukku cherakam. Adu enganeyokke body ullil etta by mouth allengil ingestion. Inaduthathu injection, inhalation. ആ മെത്തേഡ്സും കൂടി ആഡ് ചെയ്തുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയും ചോദിക്കാം. സോ a substance which can cause ill health, disease or death when administered. So administration method കൂടെ ചേർത്താലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഹെവി മെറ്റൽ പോയ്സണിങ് ക്യാൻ ബി കോസ്ഡ് ബൈ ദ ഇൻടേക്ക് ഓഫ്. എന്താണ് ഹെവി മെറ്റൽ ഇൻടേക്ക്? ഇതിനകത്ത് ഏതാണ് ഹെവി മെറ്റൽസ്? സോൾട്ട്സ് ഓഫ് ആർസനിക്, ലെഡ്, മെർക്കുറി, അയൺ, കാഡ്മിയം. നിക്കലൊക്കെ ഹെവി മെറ്റൽ. നിക്കൽ വന്നാലും ഹെവി മെറ്റലിൽ വരുന്ന ഒരു ഹെവി മെറ്റലാണ് നിക്കൽ എന്ന് പറയാം. Then the initial treatment of heavy metal poisoning often includes. First treatment നമ്മൾ എന്താ കൊടുക്കുക? Activated charcoal. So answer is option B, activated charcoal. Which of the following is not a way through which cyanide can be ingested? Cyanide injection അല്ലാത്ത അല്ലെങ്കിൽ cyanide ബോഡിക്കുള്ളിൽ എത്താൻ പറ്റാത്ത ഒരു മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഹലേഷൻ ഓഫ് ഹൈഡ്രോസയനിക് ആസിഡ്, ഓഫ് കോഴ്സ് ശരിയാണ്. ഇഞ്ചക്ഷൻ ഓഫ് ഇനോർഗാനിക് സയനൈഡ് സോൾട്ട് ശരിയാണ്. എക്സ്പോജർ ഓഫ് ഫോട്ടോഗ്രാഫിക് കെമിക്കൽസ് അതും ശരിയാണ്. ഈറ്റിംഗ് ഓഫ് സ്വീറ്റ് ആൽമണ്ട് അല്ല ബിറ്റർ ആൽമണ്ട് എന്ന് പറയും. ബിറ്റർ ആൽമണ്ട് സൈനൈഡിൻ്റെ അംശം ഡിപ്പെൻസ് ആണ്, എങ്കിൽ കൂടി ബിറ്റർ ആൽമണ്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് സൈനൈഡ് പോയ്സണിങ് ഉണ്ടാവുക. സോ ദിസ് കേസ് ഇറ്റ് ഡസ് നോട്ട് കോസ് സൈനൈഡ് പോയ്സണിങ്. ദ എമൗണ്ട് ഓഫ് പൊട്ടാഷ്യം സൈനൈഡ് പൊട്ടൻഷ്യലി ലീത്തൽ ഏതാണ്? ഇറ്റ് ഈസ് 300 milligram. സോ ഇത് ഫാർമക്കോളജി പെർസ്പെക്റ്റീവ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 300 milligram പൊട്ടാഷ്യം സൈനൈഡ് ഇൻജസ്റ്റ് ചെയ്താൽ ഇറ്റ് ക്യാൻ കോസ് ടു ഡെത്ത്. How does cyanide affect the body? എന്താണ് സൈനൈഡിൻ്റെ മെക്കാനിസം? It combines with the ferric ions of the cytochrome oxidase, disrupting the cell respiration. So answer is option B. The antidote for cyanide poisoning include ഏതൊക്കെയാണ് ആൻറ്റിഡോട്ട്? സോഡിയം നൈട്രേറ്റും സോഡിയം തയോസൾഫേറ്റും. സോ ഈ ഓപ്ഷനിൽ നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താം. ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ എ. What is the primary function of antidote? Antidote primary function എന്താ? To neutralize the effect of poison in the body. ബോഡിയിലുള്ള പോയിസണിൻ്റെ ഇഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യുക. ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോഡിയം നൈട്രേറ്റ് ഇസ് ക്ലാസിഫൈഡ് ആസ് വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിഡോട്ട്? ഏത് ആൻറ്റിഡോട്ട് ആണ്? ഇറ്റ് ഇസ് എ ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട്. ഫിസിയോളജിക്കൽ ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആൻറ്റഗോണൈസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ട് സൈനൈഡ് പോയ്സണിങ്. സോ ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ സൈനൈഡ് പോയ്സണിങ്. What is the primary action of mechanical antidotes? Mechanical antidotes മെയിൻ ഫംഗ്ഷൻ എന്താ? അവർ ബോഡിയിൽ അബ്സോർപ്ഷൻ ഓഫ് ദ പോയ്സൺ പ്രിവെൻറ്റ് ചെയ്യുന്നു. മെക്കാനിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ അല്ല, ഫിസിയോളജിക്കൽ അല്ല, മറ്റൊരു ആക്ഷനാണ്. അണ്ടർഗോണിസ്റ്റ് അല്ല, കെമിക്കൽ ആക്ഷൻസ് ഒന്നുമില്ല. എഫക്ട് ഓഫ് പോയ്സൺ എൻഹാൻസ് ചെയ്യുക അല്ല ആൻറ്റിഡോട്ട് ചെയ്യുക. സോ ഹിയർ ദി പ്രിവെൻറ്റ് ദ അബ്സോർപ്ഷൻ ഓഫ് പോയ്സൺ ഇൻ ടു ദ ബോഡി. ആൻസർ ഇസ് ഓപ്ഷൻ ബി. What is the mechanism of action of an antacid used as antidote in poisoning? Antacid എന്താണ്? ന്യൂട്രലൈസേഷൻ. ആസിഡിന് എഗനസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ആൻറ്റാസിഡ് അല്ലെങ്കിൽ weak alkali. So they have an action of acid base neutralization. Which antidote is used for iron salt poisoning? Iron salt poisoning നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഡെസ്ഫെറിയോക്സാമിൻ. സോ ഇത് ഓർത്തിരിക്കാൻ പറ്റുന്ന അയണിനെ എന്തെന്ന് പറയുന്നത് നമ്മൾ ഫെറിക് കോമ്പൗണ്ട്സ് എന്ന് പറയില്ലേ. സോ ഇവിടെ
Ferri എന്ന് പറയുന്ന ടേം അതിനകത്തുണ്ട്. ഇറ്റ് ഈസ് ഡെസ്ഫെറിയോക്സാമിൻ. ഹൗ ഇസ് സോഡിയം നൈട്രൈറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്താണ്? നൈട്രജൻ ഗ്യാസ് നമ്മൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുന്നു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഹൗ ഡസ് സോഡിയം തയോസൾഫേറ്റ് ആക്ട് ആസ് ആൻ ആൻറ്റിഡോട്ട് ഇൻ സൈനൈഡ് പോയിസണിങ്? സോഡിയം തയോസൾഫേറ്റും സോഡിയം നൈട്രേറ്റിനും ഓൾമോസ്റ്റ് സിമിലർ ആക്ഷനാണ്. സൈനൈഡിനെ നോൺ ടോക്സിക് തയോസൈനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുവഴി അബ്സോർപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യുകയാണ് സോഡിയം തയോസൈനേറ്റ് ചെയ്യുക. Which of the following is not a use of activated charcoal as an antidote? Absorbing the poison prior to absorption from the intestinal wall, stimulating the immune response, preventing the absorption of poison, and last option is acting as a mechanical antidote. So ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. What is the mechanism of action of penicillamine in treating with copper and lead salt? ആൻസർ ഡയറക്റ്റ് പറയുക, ഇറ്റ് ഇസ് ചീലേഷൻ. ഹെവി മെറ്റലുമായിട്ട് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് വരിക ചീലേഷൻ മെക്കാനിസം ആണ്. ഡൈമർകാപ്രോൾ ഈസ് യൂസ്ഡ് ആസ് എൻ ആൻറ്റിഡോട്ട് ഫോർ ദ പോയ്സണിങ് ഓഫ് വിച്ച് ഹെവി മെറ്റൽ? മെർക്കുറിയാണ് ഡൈമർകാപ്രോൾ യൂസ് ചെയ്യുക. സോ ഇവിടെയും നമുക്ക് മെർക്കുറിയുടെ മെർ എന്നുള്ള ടേം ഉണ്ട്. സോ ഡെസ്ഫെറോക്സാമിൻ അയണിലെ പോലെ മെർക്കുറിയുടെ എന്ന് പറയുന്ന മെർ ടേം ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. What is the primary mechanism of action of EDTA in heavy metal poisoning? EDTA എന്താണ് നടത്തുക? ചീലേഷൻ ആണ്. EDTA ആയിട്ട് ഹെവി മെറ്റൽ ഒരു ചീലേറ്റ് ഫോം ചെയ്യുന്നു. ആൻസർ ഇസ് ഓപ്ഷൻ എ. Which of the following is a physiological antidote? Physiological antidote example sodium nitrate ആണ്. The antidote for corrosive acid poisoning is usually acid poisoning എന്തായിരിക്കും? It is a antacid അല്ലെങ്കിൽ weak alkali ആയിരിക്കും. Strong base അല്ല, weak alkali ആണ് ആൻസർ. Here answer is option B. What is the role of magnesium sulfate as an antidote? Magnesium sulfate function എന്താണ്? It inactivates the poison prior to the absorption. Prior to the absorption. Body absorption prior ആയിട്ട് inactivation നടത്തുന്നതാണ് magnesium sulfate. Answer is option C. So which of the following statements are correct? First statement, sodium nitrate is prepared by reacting sodium chloride with nitric acid. തെറ്റായ statement ആണ്. Activated charcoal is a mechanical antidote that prevents the absorption of poison into the body. Yes. Copper sulfate acts as an antidote by stimulating the immune system. Allah. Sodium thiosulfate converts cyanide to non-toxic thiocyanate. So second statement and fourth statement is correct. So here we have option B, second and fourth statement is correct. Which of the following statements is incorrect? Penicillamine is used as an antidote for mercury poisoning. Mercury poisoning penicillamine alla nammal use cheya dimercaprol aanu. Ini second statement, desferoxamine is used for treating copper and lead alla nammal iron poisoning ilana desferoxamine use cheya. Then magnesium sulfate acts as an emetic that is used in the treatment of poisoning. Magnesium sulfate emetic aitalla act cheya. So the antidote for alkali poisoning involves a weak acid. So fourth statement മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്കുള്ളൂ. So your answer is 1, 2 and 3 are wrong. Answer is option A. So ഇപ്പോൾ നമ്മൾ ആൻറ്റിഡോട്ട് പോയിസൺ എന്താണെന്ന് കണ്ടു, ആൻറ്റിഡോട്ട് എന്താണെന്ന് പഠിച്ചു. അതിനകത്തൊരു കോമ്പൗണ്ട് ഉണ്ട് സോഡിയം നൈട്രേറ്റ് നമുക്ക് പഠിക്കാൻ. അത് കൂടാതെ കുറച്ച് കോമൺ പോയിസൺസും അവരുടെ ആൻറ്റിഡോട്ടും എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് കണ്ടു. എസ്പെഷ്യലി ഹെവി മെറ്റൽ ആൻഡ് സൈനൈഡ് പോയ്സണിങ്. പോർഷൻസ് തറവായിട്ട് ഗോ ത്രൂ ചെയ്യുക, റിവൈസ് ചെയ്യുക. താങ്ക് യു.